പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസ്ലീഹയുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനം. ഇവിടെ വചനം പറയാണ്, ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. അതായത് നമ്മുടെ വിളി, തെരഞ്ഞെടുപ്പ്, ഈ വിളി എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ, വിളിക്കുള്ളിൽ ഒരു വിളിയെ കൂടി നമ്മൾ ശരിക്ക് ഒരു ആത്മശോധനയ്ക്ക് വിഷയീഭവിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ ശരിക്കും ഞാനൊരു ഇടവക വൈദികനാണ്, ഡയസിഷൻ പ്രീസ്റ്റാണ്. എൻ്റെ വിളിക്കുള്ളിലെ വിളി എന്ന് പറയുന്നതാണ് ദൈവവചനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെക്കപ്പെട്ട ഒരു വിളി കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ശരി. ആ ഒരു വിളിയോട് എപ്പോഴും വിശ്വസ്തത പുലർത്തുന്ന വിധത്തിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും എന്ന് പറയണേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണുപോകുകയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പ്രിയ സഹോദരങ്ങൾ, ഒരു യാന്ത്രികത, ഉദാഹരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ഒരു അധ്യാപകനാകാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറാവാം, അല്ലെങ്കിൽ ഒരു വക്കീലാവാം. അതിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയ്ക്ക് ദൈവം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഒരു മേഖല കർത്താവ് കാണിച്ചു തരും. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാനൊരു ഡോക്ടറാകുമ്പോൾ കർത്താവെ, ഞാൻ ഏത് മേഖലയാണ് കർത്താവ്, ഒരു ശുശ്രൂഷ മേഖല കർത്താവ് നമുക്ക് തുറക്കും. ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ശുശ്രൂഷ മേഖല കർത്താവ് തുറക്കും. ഞാനൊരു ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എനിക്കൊരു ശുശ്രൂഷ മേഖല കർത്താവ് തുറക്കും. ഞാനൊരു അധ്യാപകനാണെങ്കിൽ അതിനൊരു ശുശ്രൂഷ മേഖല, അതിൻ്റെ ഉള്ളിൽ, അതാണ് വിളിക്കുള്ളിലെ വിളിയെ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോകില്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീണു പോകും. അല്ലേ? ഇതല്ലേ കർത്താവ് പറയണത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു ആശീർവാദം സ്വീകരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ വിളിക്കുള്ളിലെ വിളി ഉറപ്പിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.